ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ റിച്ചുവിനോട് കുറച്ച് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഓന് അതൊക്കെ മേടിച്ച് വന്നിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, പിന്നെ തക്കാളി, പിന്നെ മൈദപ്പൊടി, പപ്പടം, പിന്നെ ഞാൻ മോരിൽ മുളക് ഇട്ട് വെച്ചിരുന്നു, കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വെയിലത്തിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊറ്റി മോരിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയിടണം. പിന്നെ ചോറിനുള്ള അരിയൊക്കെ തീമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനിതാ ചിക്കനൊക്കെ ഒന്ന് കഴുകട്ടെ. അപ്പം അതിൽ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ്. ചിക്കൻ കഴുകിയൊക്കെ എടുക്കുമ്പോൾ അതിൽ തൂവലൊക്കെ ഉണ്ടോ എന്നൊക്കെ നല്ലോണം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ കറിയൊക്കെ വെച്ച് വിളമ്പുമ്പോഴാവും തൂവൽ കിട്ടുക. അപ്പം ഞാൻ നല്ലോണം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 പ്രാവശ്യം കഴുകണുണ്ട്. 3-4 പ്രാവശ്യം കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ കുറച്ച് വെള്ളവും കൂടിയും പാർന്ന് കൊടുക്കുന്നുണ്ട്. എന്നെങ്കിലുള്ളൂ മനസ്സിനൊക്കെ ഒരു റാഹത്തായി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ കഴുകൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ റിനിമോൾക്ക് ഇന്ന് സ്കൂളില്ല, അവൾക്ക് പരീക്ഷയാണ്. ഇന്നലെ പരീക്ഷ ഉണ്ടാകും, ഇന്ന് പരീക്ഷ അല്ല. അപ്പോൾ രാവിലെ തന്നെ ഉള്ളിലൊക്കെ അടിച്ചോരി തുടച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളൻ്റെ ഇവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഞാൻ അവളോട് അടുക്കള തുടക്കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ടോൾ അവിടെ നിന്ന് അടിച്ച് കോരിയിടുന്നുണ്ട്. അടുക്കളയിലത്തെ പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല. പണികളൊക്കെ ഒരുങ്ങിയിട്ട് ഞാൻ തുടച്ചോളാന്ന് പറഞ്ഞിരിക്കുകയാണ് അവളോട്. പിന്നെ ഞാനിനി ചിക്കന് വെക്കാനുള്ള ഉള്ളിയൊക്കെ തൊലിച്ചാണ് കേട്ടോ. വലിയ ഉള്ളിയൊക്കെ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ ഉള്ളിയൊക്കെ നല്ലോണം കഴുകിയെടുക്കുകയാണ്. ആകുമ്പോൾ ഒരു കറുത്തത് ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ലോണം കഴുകി കളയണമല്ലോ വലിയ ഉള്ളിൻ്റെ. അപ്പോൾ ഞാനതൊക്കെ കഴുകിയെടുത്തിട്ട് ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. വലിയ ഉള്ളിയൊക്കെ അരിച്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുക്കണം. അപ്പോൾ ഞാനതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റിച്ചു വണ്ടി നിർത്തിയിട്ടോടത്തൊന്നും അത് എടുക്കണ കണ്ടു, മുറ്റത്തേക്ക് ഇറക്കണ കണ്ടു. അപ്പോൾ ഓന് എന്താ ചെയ്യണേ നോക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ പഠിക്കാൻ പറഞ്ഞത് ഇന്ന് പരീക്ഷ അല്ലേ, ഉച്ചക്കെന്ന് അങ്ങോട്ടാണ് ഓർക്ക് രണ്ടാൾക്കും പരീക്ഷ. അപ്പോൾ ഓന് പഠിക്കാൻ പുസ്തകം കൊണ്ടിരുന്നാലൊരു പൊറുതിയേടാണ്, അവിടെ ഇരുന്നാൽ ഇരുത്തം വരില്ല. അപ്പോൾ ഇറങ്ങിക്കാണ്, ഒന്ന് കുറച്ച് നേരം ഒന്ന് വായിച്ച് കഴിഞ്ഞേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിക്കുക. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഓന് വണ്ടി കഴുകുകയാണ്. പിന്നെ അതാ നമ്മളെ സച്ചു ഇവിടെ പനിച്ച് കിടക്കുക കേട്ടോ. ഓനിക്കിന്ന് പരീക്ഷക്കൊന്നും പോകാൻ വയ്യ. ഓനിക്ക് ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു. അപ്പോൾ ഗുളിക കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് കുറച്ച് കുരുമുളകും വലിയ ജീരകമൊക്കെ പൊടിച്ചാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചത്. അപ്പോൾ വലിയ ജീരകമൊക്കെ ഇങ്ങനെ ചൂടാക്കി പൊടിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതാ ഞാനിനി ചിക്കൻ കറിയൊക്കെ വെക്കാനുള്ള മൺചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് മൺചട്ടിയിൽ തന്നെ വെക്കണത്. കുക്കറിലൊന്നും വെച്ചാൽ ഇതിൻ്റെ ഇവിടേക്ക് എത്തൂല, അങ്ങനെ വെച്ചതിൻ്റെ ഇവിടേക്ക് എത്തൂല. ഇങ്ങനെ വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്നപ്പോൾ ഞാനതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കണത്. പിന്നെ എണ്ണയൊക്കെ ചൂടായപ്പോൾ ഒരു നുള്ളു ഉലുവയും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാനതിക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിക്ക് 2 പച്ചമുളകും കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ, ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പം ഞാൻ അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതൊക്കെ നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഇഞ്ചിൻ്റെയും ഇതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് വിട്ട് നല്ലോണം വാടി വന്നപ്പോൾ ഞാൻ അതിക്ക് തക്കാളി നുറുക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി തക്കാളി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിതാ അതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് പൊടിച്ച് വെച്ച വലിയ ജീരകം, കുരുമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ പച്ചക്കുത്തൊന്ന് പോയതിന് ശേഷം ഞാൻ അതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്.
ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ മസാലയിൽ ചിക്കൻ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഒഴിച്ചിട്ട് കറിയൊന്നും ഇല്ലാതെ പെരന്നനാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇളക്കിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ കറിയൊന്നും ഇല്ലാതെ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ചേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൽ തന്നെ തിളച്ചാൽ വെള്ളമൊക്കെ ഉണ്ടായി വരും. അപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, വേവൂലേ എന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇനി ചിക്കനൊക്കെ അവിടെ അടുപ്പത്ത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമ്മൾ ചിക്കന് കറിയൊന്നും ഇല്ലാതല്ലേ വെച്ചിരിക്കണത്. അപ്പോൾ കറി വെക്കണത് ഇന്ന് കുമ്പളങ്ങയും ചേന കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കുമ്പളങ്ങയും ചേനയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴുകി കുക്കർക്ക് ഇട്ടിട്ട് തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ ഇവിടെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനിങ്ങോട്ട് പിന്നെ അത് മാങ്ങി വെച്ചിരിക്കണം. കുറച്ച് വേപ്പിൻ്റെ ഇല അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ മാങ്ങി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മക്കളെ മങ്കുടുക്ക മാങ്ങി വെച്ചിട്ടും തിളക്കണ കണ്ടോ. അടുപ്പത്തുനിന്ന് മാങ്ങി വെച്ചിരിക്കണം കേട്ടോ. എന്നാലും തിളക്കണ കണ്ടോ. അപ്പോൾ അതാണ് മങ്കുടുക്കൻ്റെത്. അപ്പോൾ ചിക്കൻ കൂട്ടാനൊക്കെ റെഡിയായി കഴിഞ്ഞ ശേഷം ഞാൻ പാത്രം കഴുകാതെ അതൊക്കെ പുറത്തേക്ക് കൊട്ടത്താഴത്തേക്ക് പെറുക്കി വെച്ചിരിക്കുക കേട്ടോ. അങ്ങോട്ട് വേഗം അടുക്കളയിൽ നിന്ന് അടിച്ചോരി തുടക്കാൻ നിന്നു. അല്ലെങ്കിൽ സച്ചു റിച്ചും ഉണ്ടാകുമ്പോൾ മറ്റേ ഭാഗമൊക്കെ തുടക്കുകയും ചെയ്തിരിക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരേപോലെ ആക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ തുടച്ചിട്ട് പിന്നെ കറിയൊക്കെ നേരാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം അവിടെ തുടക്കാൻ നിന്നു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കറിയൊക്കെ നേരാക്കിയത്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ സച്ചു കിടക്കണോടത്ത് ചെന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ നേരത്തെ ഓൻ അടുക്കളയിൽ കൂടെ ഒക്കെ വന്നിരുന്നു. പിന്നെ ഇപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നല്ല ഉറക്കാം കേട്ടോ. അപ്പം ഞാൻ ഓനെ വിളിച്ച് നീപ്പിച്ചാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും പോയില്ലല്ലോ അപ്പം എന്നാ നീച്ചേ കഞ്ഞി കുടിച്ചേ നീച്ചവിടുന്ന് കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങേ. ഇപ്പോൾ പനിക്കണമൊന്നുമില്ല കേട്ടോ. പനിയൊക്കെ വിട്ടിട്ടുണ്ട് ഗുളിക കൊടുത്തപ്പോൾ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറിയൊക്കെ നേരാക്കാം കേട്ടോ. അപ്പോൾ കറി കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ പുളി പാരലില്ല കേട്ടോ. ഞാൻ പുളി പാരുന്ന കറിയൊക്കെ ഇങ്ങനെ വേറെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് പുളി പാരൽ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം ഒന്ന് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉടച്ച് എടുത്തിട്ടില്ലെങ്കിൽ കഷ്ണം വേറെ കറി വേറെ ആയി നിൽക്കും. അപ്പോൾ കുട്ടികളാരും കഷ്ണം കൂട്ടൂല. ഉടച്ച് നല്ലോണം അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ കഷ്ണം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ചേനയും കുമ്പളങ്ങിയൊക്കെ. പിന്നെ ഞാൻ അതിലേക്ക് പുളിയൊക്കെ പാർന്ന് നല്ലോണം തിളച്ചപ്പോൾ തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചെറിയ ജീരകവും ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പം ഞാനതിന് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കടുകും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ കറി കടുക് പൊട്ടിച്ചലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അടുക്കളയിലത്തെ പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അന്ന് 4 മണിക്ക് നമുക്ക് പഴംപൊരിയും ചായ കേട്ടോ. അപ്പോൾ എന്താ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കണേന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. മിഞ്ഞാന്ന് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇവിടെ വീട്ടിൽ കുറച്ച് പഴമുണ്ട്. വാങ്ങിയതും നല്ല അവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് പഴുത്തിരിക്കണുണ്ട്. അപ്പോൾ പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വേഗമല്ലേ. അപ്പോൾ മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.